ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഔഷധ ചെടിയായിട്ടാണ്. മക്കോട്ട ദേവ എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. എൻ്റെ അമ്മ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ടെന്ന് വയ്ക്കും. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഇതേ ഒരു കായ് വന്നിരിക്കുകയാണ്. ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന നിത്യഹരിത മരമാണ് മക്കോട്ട ദേവ. ദൈവത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മക്കോട്ട ദേവ എന്ന വാക്കിന് അർത്ഥം ഗോഡ്സ് ക്രൗൺ എന്നാണ്. 18 മുതൽ 20 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന മക്കോട്ട ദേവയുടെ പട്ടയ്ക്ക് പച്ച നിറമാണ്. തടി വൈറ്റ് വുഡാണ്. പച്ച അറ്റം കൂർത്ത ഇലകൾ 7 മുതൽ 10 സെൻറ്റിമീറ്റർ നീളവും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഇവയ്ക്ക് 10 മുതൽ 20 വർഷം വരെ വളർച്ചയുള്ളതായി കാണപ്പെടുന്നു. ചെടി നട്ട് 2 വർഷത്തിനുള്ളിൽ കായ് തുടങ്ങും. എക്ലിപ്സ് ഷേപ്പിൽ 3 സെൻറ്റിമീറ്റർ വ്യാസമുള്ള പഴങ്ങൾക്ക് പാകമാകുന്നതിന് മുമ്പ് പച്ച നിറവും വിളയുമ്പോൾ മജന്ത കലർന്ന ചുവപ്പ് നിറവുമാണ്. ഓഗസ്റ്റ് മുതൽ നവംബർ ഡിസംബർ വരെയാണ് വിളവെടുപ്പ് കാലം. ഇത് പഴുത്തു കഴിഞ്ഞാൽ നേരിട്ട് കഴിക്കാറില്ല. ഇത് സത്തായും അരിഞ്ഞുണക്കിയുമാണ് ഉപയോഗിക്കുന്നത്. പഴത്തിനകത്ത് വെളുത്ത് ഉരുണ്ട കുരുക്കൾ വിഷമുള്ളതാണ്. ഓരോ പഴത്തിലും 1 മുതൽ 2 വരെ കാണപ്പെടുന്ന അനാട്രോപ്പസ് വിത്തുകൾ ബ്രൗൺ നിറമുള്ളതും ഗോളാകൃതിയുള്ളതുമാണ്. സസ്യത്തിൽ നിന്നെടുക്കുന്ന സത്തിന് ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ സത്ത് ഒരു ആൻറ്റി ഓക്സിഡൻ്റായും ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റായും ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മക്കോട്ട ദേവയുടെ ഗുണങ്ങൾ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.